الله أكبر الله أكبر الله أكبر أشهد أن لا إله إلا الله أشهد أن لا أشهد أن محمدًا رسول الله أشهد أن محمدًا رسول الله حي على حي على حي على حي على الله أكبر الله أكبر لا إله إلا الله السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله
أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين كنتم خير أمة أخرجت للناس تأمرون بالمعروف وتنهون عن المنكر وتؤمنون بالله ولو آمن أهل الكتاب لكان خيرا لهم منهم المؤمنون وأكثرهم الفاسقون इस आयत का तर्जुमा है कि तुम बेहतरीन उम्मत हो जो तमाम इंसानों के फ़ायदे के लिए निकाली गई हो। तुम अच्छी बातों का हुक्म देते हो और बुरी बातों से रोकते हो और अल्लाह पर ईमान लाते हो, और अगर अहले किताब भी ईमान ले आते तो ये उनके लिए बहुत बेहतर होता। उनमें मोमिन भी हैं मगर अक्सर उनमें से फासिक लोग हैं। ഈ ആയത്തിന്റെ അർത്ഥം ഇപ്രകാരമാണ്: जो आपने भी सुनी, മനുഷ്യവംശത്തിന്റെ നന്മക്കായി എഴുന്നേൽപ്പിക്കപ്പെട്ട ഏറ്റവും ഉത്കൃഷ്ട സമുദായമാണ് നിങ്ങൾ. चुका हूँ നിങ്ങൾ നല്ല കാര്യങ്ങൾ നിർദ്ദേശിക്കുകയും ചീത്ത കാര്യങ്ങൾ നിരോധിക്കുകയും അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു. ഗ്രന്ഥാനുസാരികൾ വിശ്വസിച്ചിരുന്നുവെങ്കിൽ അവർക്കത് ഗുണകരമായേനെ. അവരിൽ വിശ്വാസികളായ ചിലരുണ്ട്, പക്ഷേ അവരിൽ അധികം പേരും ധിക്കാരികളാണ്. अल्लाह ताला ने ईमान लाने वालों के लिए, ऐसे लोगों के लिए जो सिर्फ ईमान का दावा ही नहीं करते, നിങ്ങൾ ശ്രവിച്ച ഈ ആയത്ത് ईमान की हिफाजत करने वाले हैं। ഇതിനു മുമ്പായും പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. अपने ईमान की हिफाजत എന്നാൽ ഇത് കൂടെ കൂടെ പ്രതിപാദിക്കേണ്ട, ഓർമ്മപ്പെടുത്തേണ്ട വിഷയമാണ്, अपने ईमान की ഉപദേശമാണ്. और इसकी मजबूती के साथ വിവിധ വീക്ഷണത്തിൽ ഇത് പ്രതിപാദിക്കാറുണ്ട്. अपनी അള്ളാഹു की हिफाजत വിശ്വാസികൾക്ക് कोशां रहते हैं, और फिर सिर्फ വെറും വിശ്വസിക്കുന്നു എന്ന് വാദിക്കുന്നവർക്കല്ല, മറിച്ച് തങ്ങളുടെ ഈമാനെ സംരക്ഷിക്കുന്നവരാണ്. की हिफाजत और इसमें मजबूती के लिए कोशिश नहीं करते, बल्कि अपने माहौल में रहने वाले, തങ്ങളുടെ ഈമാനെ സംരക്ഷിച്ചുകൊണ്ട് बल्कि അതിനെ പരിപോഷിപ്പിക്കുന്നവരാണ്. इसलिए नसीहत करते हैं कि वो अल्लाह ताला की खातिर അതോടൊപ്പം തന്നെ തങ്ങളുടെ തലമുറയുടെ लाने वाले बने। ഈമാനിക സംരക്ഷണത്തിനും അതിന്റെ ദൃഢീകരണത്തിനും വേണ്ടി പരിശ്രമിക്കുന്നവരായിരിക്കും. जिम्मेदारी इस आयत में मोमिनों पर डाली है। वो തങ്ങളുടെയും തങ്ങളുടെ കുടുംബാദികളുടെയും ഈമാനിനെ സംരക്ഷിക്കുന്നവർ മാത്രമായിരിക്കുകയില്ല, മറിച്ച് തങ്ങളുടെ ചുറ്റുപാടിലെ വിവിധ മതസ്ഥരെയും മതനിരാസത്തിലകപ്പെട്ടവരെയും अल्लाह ताला पर അള്ളാഹുവിനു വേണ്ടി അവർ നന്മ ചെയ്യുന്നവരായി തീരുവാൻ ഉപദേശിക്കുന്നവരായിരിക്കും. मजबूत ईमान का इजहार किया। बस അള്ളാഹു कुरूने ऊला के ഒരു വലിയ ഉത്തരവാദിത്തമാണ് ഈ ആയത്ത് മുഖേന മോമിനീങ്ങളിൽ നിക്ഷിപ്തമാക്കിയിരിക്കുന്നത്. जिन्होंने कुरान करीम के अहकामात
और इरशादात തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധനായ ദാസനും പ്രേമിയുമായ हमेशा सामने रखा। ഇമാം മഹദി അലൈഹിസ്സലാമിനെ ഇക്കാലഘട്ടത്തിൽ ഇമാം മഹദിയായി അംഗീകരിച്ചുകൊണ്ട് അള്ളാഹുവിൽ വിശ്വസിക്കുന്നു എന്ന് വാദിക്കുന്ന മോമിനീങ്ങളിൽ ताकि अल्लाह ताला की रज़ा हासिल करने वाले बन सकें और इसमें वो अल्लाह ताला के फजल से कामयाब भी हुए। इस ज़माने में हम ഇപ്പൊ വിശുദ്ധ ഖുർആന്റെ का फ़र्ज़ है जो कुरान करीम നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളെ ഉപദേശങ്ങളെ തങ്ങളുടെ മുമ്പാകെ എപ്പോഴും വെച്ചിരുന്ന ആദ്യ നൂറ്റാണ്ടിലെ മുസ്ലിങ്ങളെ പോലെ जिन्होंने अपनी അവർ ഖുർആനിക ശരീഅത്ത് എപ്പോഴും തങ്ങളിൽ പ്രാവർത്തികമാക്കുന്നതിന് പരിശ്രമിക്കുകയുണ്ടായി. अपने ऊपर लागू करने അള്ളാഹുവിന്റെ തൃപ്തി കരഗതമാക്കുന്നവരായി തീരുവാനായി. मसीह मऊद अलैहिस्सलाम ഈ പരിശ്രമത്തിൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അവർ വിജയം വരിക്കുകയും ചെയ്തു. അപ്പോൾ ഇന്ന് हम अपने जायजे लें, हम किस हद तक വിശുദ്ധ ഖുർആനിൽ हक अदा कर रहे हैं। തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ इंसान പരിപൂർണ വിശ്വാസം കൈക്കൊണ്ടിരിക്കുന്നു എന്ന് വാദിക്കുന്ന നാം അഹമ്മദികളുടെ ഉത്തരവാദിത്തമാണ് നാം വിശുദ്ധ ഖുർആന്റെ അധ്യാപനം നമ്മിൽ നിലനാട്ടി വിപ്ലവാത്മകമായ ഒരു മാറ്റം നമ്മിൽ ഉളവാക്കിയെടുക്കുവാൻ तलकीन कर रहे हैं। ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൽ ബൈഅത്ത് ചെയ്തിരിക്കുന്നു. അപ്പോൾ നാം ഏതുവരെ और नसाए से ഉത്തമ സമുദായമാകുന്നു എന്ന് പരിശോധിക്കുക. മനുഷ്യവംശത്തിന് പ്രയോജനകരമായി തീരാൻ जायजे എന്ത് വേദനയാണ് നമ്മിൽ നിലകൊള്ളുന്നത്. സംസാരത്തിന് അനുസൃതമായ പ്രവർത്തനങ്ങൾ മുഖേന किसी के എത്രമാത്രം നാം നന്മകളെക്കുറിച്ച് ഉപദേശിക്കുന്നുണ്ട്. നമ്മുടെ പ്രവർത്തനങ്ങളും ഉപദേശങ്ങളും മുഖേന ലോകരെ തിന്മയിൽ നിന്നും രക്ഷപ്പെടുത്തുവാൻ എന്ത് പരിശ്രമമാണ് നാം നടത്തുന്നത്. हमारे सामने मुकर्रर फरमाया। ഈ ഒരു ആത്മപരിശോധന സ്വയംകൃത മാനദണ്ഡം മുൻനിർത്തിയല്ല നാം ചെയ്യേണ്ടത്, जायजे लेते हुए अपने अंदर മറിച്ച് पाक तब्दीलियां पैदा करने की कोशिश करते रहेंगे। തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കായി നമ്മുടെ മുമ്പാകെ സമർപ്പിച്ചിട്ടുള്ള മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നിലവാരം നിർണയിക്കേണ്ടത്. सवाल ഈ സംബന്ധമായി ഞാൻ പിന്നീട് പറയുന്നതായിരിക്കും. അപ്പോൾ ഏതുവരെ നാം वो खुद साख्ता ഒരാത്മ പരിശോധന നടത്തി നമ്മിലൊരു പരിശുദ്ധ മാറ്റം ഉളവാക്കിയെടുക്കുവാൻ പരിശ്രമിക്കുമ്പോൾ നാം പുരോഗതിയുടെ മാർഗത്തിൽ ചരിക്കുന്നവരായിരിക്കും ഇൻഷാ അല്ലാഹ്. मकसद को भूल जाते हैं। സ്വയംകൃത कुरान करीम ने മാനദണ്ഡങ്ങൾ തങ്ങൾക്കായി നിർണയിക്കുമ്പോഴാണ് സമൂഹങ്ങൾ അപജയത്തിലേക്ക് പോകുവാൻ തുടങ്ങുന്നത്. दिलाई ആഗ്രഹാഭിലാഷങ്ങളിൽ കുരുങ്ങി जब अपनी तालीम को भुला दिया, തങ്ങളുടെ അടിസ്ഥാന ജീവിത ലക്ഷ്യം വിസ്മരിക്കുമ്പോൾ रूगर्दानी करनी शुरू कर दी, तो फिर या तो वो വിശുദ്ധ ഖുർആൻ മുൻകാല നബിമാരുടെ വൃത്താന്തങ്ങൾ നമുക്ക് പറഞ്ഞു തന്നുകൊണ്ട് कि असल तालीम की जगह നമ്മുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നുണ്ട്. മുൻകാല സമൂഹങ്ങൾ തങ്ങളുടെ അധ്യാപനങ്ങളെ വിസ്മരിച്ച് തങ്ങളുടെ ജീവിത ലക്ഷ്യത്തിൽ നിന്നും മുഖം തിരിച്ചപ്പോൾ बुराइयां उनकी ഒന്നുകിൽ അവർ നാശോന്മുഖമായി, छाइयां बन गई, पाकीज़गी और हया അതല്ലെങ്കിൽ उनकी नजर में फरसूदा तालीम യഥാർത്ഥ അധ്യാപനങ്ങളുടെ സ്ഥാനത്ത് ബിദ്അത്തുകളും അനാചാരങ്ങളും സ്ഥാനം പിടിക്കുന്ന നിലയിൽ അവർ അധപതിച്ചു. ഇത് യഥാർത്ഥത്തിൽ ധാർമ്മിക ആത്മീയ നാശമാണ്. हया की तालीम തിന്മകൾ അവരുടെ ദൃഷ്ടിയിൽ നന്മകളായി തീർന്നു. अंबिया പരിശുദ്ധിയും ലജ്ജയും അവരുടെ ദൃഷ്ടിയിൽ നിരർത്ഥകമായ അധ്യാപനങ്ങളായി തീർന്നു. മതത്തിന്റെ സ്വന്തമായ വിശദീകരണങ്ങൾ ഉടലെടുത്തു. जिसका नतीजा ये हुआ പൂർണ്ണമായും അവരുടെ പ്രവാചകന്മാരുടെ അധ്യാപനങ്ങളെ അവർ മാറ്റിമറിച്ചു. तो कद्दूस भी बाकी नहीं रहा उनके दिलों में। തന്താങ്ങളുടെ വീക്ഷണങ്ങൾ തൽസ്ഥാനത്ത് പ്രതിഷ്ഠിക്കുവാൻ തുടങ്ങി. എന്നിട്ടത് പ്രവാചകന്മാരിലേക്ക് തിരിക്കുന്നു. मगरब में बसने वाली कौमों का है। തൽഫലമായി इसके अलावा അവരുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധിയും അവശേഷിച്ചില്ല. നബിമാരുടെയും अपने आप को किसी से मंसूब करते हैं, उनका यही हाल है। അങ്ങനെ ആത്മീയമായി അവർ മൃതരായി. मुसलमानों पर ये खुदा ताला का एहसान है। ഇന്ന് നിങ്ങൾ നോക്കുക, ഈ പാശ്ചാത്യ ലോകത്ത് വസിക്കുന്നവരുടെ അവസ്ഥ ഇതായി തീർന്നിരിക്കുന്നു. आखिरी शरी किताब की हिफाजत फरमाई। അതുപോലെ തന്നെ ഇസ്ലാമിന്റെ മുമ്പുള്ള മതങ്ങളുമായി തങ്ങളെ ബന്ധപ്പെടുത്തുന്ന ഇതരരുടെയും അവസ്ഥ ഇതുതന്നെയാണ്. किसी ने इन अल्फाज में नक्शा खींचा
हज़रत मसीह अलैहिस्सलाम की आमद അള്ളാഹു അവന്റെ വാഗ്ദാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ അവസാന ശരീഅത്തി ഗ്രന്ഥത്തെ സംരക്ഷിച്ചു എന്നത് മുസ്ലിങ്ങളുടെ മേലുള്ള അവന്റെ വലിയ ഔദാര്യമാണ്. हर ज़माने में ऐसा पैदा होता रहा जो कुरान की तालीम पर अमल करने की कोशिश करता रहा. उसकी ഇസ്ലാമും ദീനുമൊന്നും അവശേഷിച്ചില്ല എന്ന് മസീഹ് സ്വലാത്തു വസ്സലാമിന്റെ ആഗമനത്തിന് മുമ്പുള്ള അവസ്ഥ വിവരിച്ചുകൊണ്ട് ആരോ വിവരിച്ചതുപോലെയുള്ള അവസ്ഥയാണെങ്കിലും हज़रत मसीह मौद എപ്പോഴും തന്നെ വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങൾക്കനുസൃതമായി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം എന്നുമുണ്ടായിപ്പോന്നു. और आज हम അതിനെ സംരക്ഷിച്ചു പോന്നു. പിന്നീട് അവസാന കാലത്ത് അള്ളാഹു मसीह मौद को അവന്റെ വാഗ്ദാനപ്രകാരം ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ നിയോഗിച്ചു, जो ईमान മഹദി മൗദിനെ നിയോഗിച്ചു. ഇന്ന് നാം എല്ലാ അഹമ്മദികളും वाले हैं जिसने दीन मोहम्मद ഈ മസീഹ് മൗദിനെ അംഗീകരിക്കുന്നു എന്ന് വാദിക്കുന്നവരാണ്. असल हालत में दुनिया के कोने कोने में कायम करने का अहद किया है. ഈമാനെ സുറയ്യയിൽ നിന്ന് ഭൂമിയിലേക്ക് കൊണ്ടുവന്ന इंशाअल्लाह വ്യക്തിയുടെ സഹായികളായി തീർന്നവരാണ്. മുഹമ്മദി ദീനിനെ हमारी कि अल्लाह ताला ലോകത്തിന്റെ കോണുകളോളം അതിന്റെ യഥാർത്ഥ അവസ്ഥയിൽ നിലനാട്ടുവാൻ പ്രതിജ്ഞയെടുത്ത മഹാനുമായി തങ്ങളെ ബന്ധിപ്പിക്കുന്നവരാണ്. काम को അദ്ദേഹത്തിന്റെ ജമാഅത്ത് ഈ പ്രതിജ്ഞയെ പൂർത്തിയാക്കേണ്ടവരാണ് ഇൻഷാ അല്ലാ. और हमें फरमाया तुम भी इस तकदीर इलाही का हिस्सा बन जाओ അപ്പൊ ഈ മുഹമ്മദി ദീനിനെ कि मैं तेरी तबलीग को ज़मीन के किनारों तक മുഹമ്മദി മസീഹ് മുഖേന ലോകമെമ്പാടും എത്തിക്കുവാനുള്ള ഉത്തരവാദിത്തം അല്ലാഹു സ്വയം ഏറ്റെടുത്തു എന്നത് നമ്മുടെ എത്രമാത്രം സൗഭാഗ്യതയാണ്. എന്നിട്ട് നമ്മോട് പറഞ്ഞത് നിങ്ങളും ഈ ഇലാഹി തഖ്ദീറിന്റെ ഭാഗമായി തീരുക. അള്ളാഹു പറഞ്ഞു, ഞാൻ നിന്റെ സന്ദേശത്തെ ഭൂമിയുടെ കോണുകളോളം എത്തിക്കുന്നതാണ്. നിങ്ങളും ഇതിൽ ഭാഗവാക്കായിക്കൊണ്ട് പ്രതിഫലത്തിന് അർഹരായി തീരുക. जो अल्लाह ताला की रज़ा हासिल करने वाला बना दे. अपने आप को अल्लाह ताला के लिए खालिस എത്തരത്തിലാണ് നാം ഈ ദൈവിക തഖ്ദീറിന്റെ ഭാഗമായി തീരുക? हर किस्म की बुराइयों को दूर करके अपने कौल और അള്ളാഹുവിന്റെ പ്രീതി കരഗതമാക്കുന്ന രീതിയിൽ ഉള്ളിൽ വിപ്ലവാത്മകമായ മാറ്റമുളവാക്കിയെടുക്കുക. आयत में जो तवज्जो दिलाई തങ്ങളെ അള്ളാഹുവിനു വേണ്ടി ഋജുമാനസനാക്കി തീർത്തുകൊണ്ട് जो अगर हम में मौजूद हैं തങ്ങളുടെ ഉള്ളിൽ നിന്ന് എല്ലാവിധത്തിലുള്ള തിന്മകളെയും വിഭാടനം ചെയ്തുകൊണ്ട് करने वाले हों തങ്ങളുടെ വാക്കും പ്രവൃത്തി ഒന്നാക്കി തീർത്തുകൊണ്ട് की तरफ खींचने वाली हों പുളിയായത്തിൽ ശ്രദ്ധ ക്ഷണിക്കുന്നത് പോലെ ये ज़रूरी नहीं ഇക്കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ऐसी നാം ഇതിന്റെ പ്രചാരകരായി തീരുകയാണെങ്കിൽ मसाइल पर मजहबी मसाइल के लिए ज़रूरी है ഇത് എല്ലാ പരിശുദ്ധ പ്രകൃതക്കാരുടെ ശ്രദ്ധയെയും തങ്ങളിലേക്ക് ആകർഷിക്കുന്നവരായി തീരും. जो एक दुनियादार को भी अपनी तरफ खींचेंगी. किसी भी मजहब വെറും മതപരമായ കാര്യങ്ങൾ മുൻനിർത്തിയുള്ള തബ്ലീഗ് തന്നെ ആകണമെന്നില്ല. वो अखलाकी कदरों की ख्वाहिश रखता है. ഈ അള്ളാഹു പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒരു ഭൗതികനെ പോലും तो जो നമ്മിലേക്ക് ആകർഷിക്കുവാൻ പോരുന്നവയാണ്. अच्छी बातों को चाहती है बल्कि लाम ഏതു മതവിശ്വാസിയാണെങ്കിലും भी अच्छे अखलाक को അയാൾ ധാർമ്മിക ഗുണങ്ങളെ പരിഗണിക്കുന്ന ആളാണ്. अच्छा कहने वाले होंगे. അയാളുടെ ഉള്ളിൽ जो बुरी बातों को നല്ല സ്വഭാവങ്ങളെ ആഗ്രഹിക്കുന്ന പ്രകൃതമുണ്ടെങ്കിൽ, നല്ല കാര്യങ്ങളെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, എന്നല്ല अपनी इस മതത്തെ അംഗീകരിക്കാത്തവരും നിരീശ്വരവാദികളും के फायदे के लिए സദ്ഗുണങ്ങളെ സദ്ഗുണങ്ങളായി തന്നെ അംഗീകരിക്കും. നല്ല കാര്യങ്ങളെ നല്ലതായും മോശമായതിനെ മോശമായും ഗണിക്കുന്നതായിരിക്കും. ചുരുക്കത്തിൽ അള്ളാഹു പറഞ്ഞു, अदा करने की तरफ तवज्जो നിങ്ങളുടെ ഈ ഉത്തരവാദിത്തത്തെ മനസ്സിലാക്കുക. कुल इबाद के वसफ करने वालों से ലോകത്തിന് പ്രയോജനകരമായി തീരുന്നതിന്, അള്ളാഹുവിന്റെ തൃപ്തി കരഗതമാക്കുന്നതിന് നന്മയെ ഉപദേശിക്കുക, തിന്മയിൽ നിന്നും തടയുക, സൃഷ്ടികളുടെ അവകാശ പൂർത്തീകരണത്തിലേക്ക് ശ്രദ്ധയൂന്നുക, സൃഷ്ടികളുടെ അവകാശങ്ങൾ ധ്വംസിക്കുന്നവരിലേക്ക് ചായാതെ लेने की जरूरत होगी. अपने अंदर അത്തരക്കാരെ ബോധവൽക്കരിക്കുക, दुरुस्त करें അവരെ അതിൽ നിന്നും തടയുക. बातों का भी असर होगा. और अपने अंदर के निज़ाम को दुरुस्त करने के लिए हमें हर वक्त ഞാൻ ആദ്യം പറഞ്ഞതുപോലെ होगा ഇതെല്ലാം ചെയ്യുവാൻ ആരംഭിക്കുന്നതിന് മുമ്പായി ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. और फेल पर नजर है.
നമ്മുടെ ആന്തരിക വ്യവസ്ഥിതിയെ നാം അനുഗുണമാക്കുമ്പോഴായിരിക്കും നമ്മുടെ വാക്കുകളിൽ പ്രഭാവമുണ്ടാകുക. നമ്മുടെ ആന്തരിക വ്യവസ്ഥിതിയെ ശരിയാക്കുവാനായി നാം എപ്പോഴും തന്നെ मैंने सिर्फ दुनियावी अखलाक എന്റെ എല്ലാ പ്രവർത്തനങ്ങളുടെയും സംസാരത്തിന്റെയും മുകളിൽ അള്ളാഹുവിന്റെ ദൃഷ്ടിയുണ്ട് എന്ന അവബോധമുണ്ടാക്കിയെടുക്കുക. और बुराई की पहचान, അവൻ എന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. लेकिन मैंने अपने आप को खुदा ताला के इस फरमान के तहत भी करना है कि तुमिनून बिल्लाह, ഞാൻ ഈ ലോകർക്ക് ഐഹിക സ്വഭാവ ഗുണങ്ങൾ ആദ്യം പഠിപ്പിച്ചുകൊണ്ട് അവർക്ക് നന്മതിന്മകളുടെ രീതി പറഞ്ഞുകൊടുക്കേണ്ടതുണ്ട്. उस वक्त हकीकी होगा നന്മയെ ഉപദേശിക്കേണ്ടതുണ്ട്. തിന്മയുടെ അവബോധം വളർത്തിയെടുത്ത് അതിൽ നിന്നും തടയേണ്ടതുണ്ട്. എന്നാൽ അതിനായി ആദ്യം ഞാൻ എന്നെ തന്നെ रज़ा और मोहब्बत അള്ളാഹുവിന്റെ ഈ നിർദ്ദേശത്തിന്റെ കീഴിൽ കൊണ്ടുവരേണ്ടതുണ്ട്. അതായത് ഈ ഉപദേശം നൽകുന്നവർ खुदा ताला फरमाता അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണ്. है लजीना അള്ളാഹുലുള്ള യഥാർത്ഥ വിശ്വാസമായി തീരുന്നത് അവന്റെ തൃപ്തി, मोमिन है, അവന്റെ സ്നേഹം अल्लाह ताला से मोहब्बत करते हैं. മറ്റെല്ലാ പ്രീതിയേക്കാളും മറ്റെല്ലാ സ്നേഹത്തെക്കാളും ഉപരിയായി തീരണം. मोहब्बत होती है उसका सबसे വല്ലസീന ആമനു അശദ്ദു ഹുബ്ബല്ലില്ല എന്നല്ലാഹു പറഞ്ഞതുപോലെ ईमान का दावा हो മുഅ്മിനീങ്ങൾ तो अल्लाह എല്ലാത്തിനും ഉപരിയായി അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരായിരിക്കും. മനുഷ്യന് और जब खुदा ताला ഏതൊന്നിനോടാണ് കൂടുതൽ സ്നേഹമുണ്ടാകുക के अहकाम पर അതിനെ അവൻ പ്രത്യേകം പരിഗണിക്കുന്നു. सबसे ज्यादा अहमियत इख्तियार कर लेता है. ഇപ്പൊ ഈമാന്റെ വാദമുണ്ടെങ്കിൽ बस जब हम अपने जायजे लें അള്ളാഹുവിനോടുള്ള സ്നേഹം തന്നെയായിരിക്കണം ഏറ്റവും പ്രാമുഖ്യമേറിയത്. होना सिर्फ ईमान, അപ്പോൾ അള്ളാഹുവിനോട് സ്നേഹമുണ്ടെങ്കിൽ പിന്നെ അവന്റെ इसी से हमारा നിർദ്ദേശങ്ങൾ അനുസരിക്കുക എന്നതും പ്രത്യേകം ശ്രദ്ധയുള്ളതായിത്തീരും. അപ്പോൾ നാം ഇത്തരത്തിൽ നമ്മെ പരിശോധിക്കുമ്പോൾ ഉത്തമ സമുദായം ആകുക എന്നത് हासिल करने കേവലം പ്രഖ്യാപനം നടത്തുക മാത്രമല്ല, की ഇത് മുഖേന മാത്രം നമ്മുടെ ഉദ്ദേശ്യം പൂർത്തീകരിക്കപ്പെടുന്നില്ല. മറിച്ച് അവനോടുള്ള സ്നേഹാതിരേകത്താൽ दूसरों को रोकना होगा. ചുവട് മുന്നോട്ട് വെക്കുമ്പോഴായിരിക്കും നാം ഖൈറ ഉമ്മത്തായി വിലയിരുത്തപ്പെടുക എന്ന് മനസ്സിലാക്കുന്നതായിരിക്കും. सूरत में അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുവാൻ एक मोमिन आगे कदम बढ़ाएगा, നന്മയെ ഉപദേശിക്കുന്നവരായി തീരേണ്ടതുണ്ട്. सबसे पहले ये देखेगा മറ്റുള്ളവരെ തിന്മയിൽ നിന്നും തടയേണ്ടതുണ്ട്. मैं जा रहा हूँ, അപ്പോഴായിരിക്കും നാം ഖൈറ ഉമ്മത്തായി തീരുക. जिस बुराई से मैं रोकने जा रहा അപ്പോൾ ഇതിനായി हूँ, क्या ചുവട് വെക്കുമ്പോൾ ഒരു യഥാർത്ഥ മോമിൻ ആദ്യമായി നോക്കുക, कि एक तरफ तो मेरा ईमान ഞാൻ ഉപദേശിക്കുവാൻ പോകുന്ന ഈ നന്മ എന്നിലുണ്ടോ? ईमान की वजह से अल्लाह ताला की मोहब्बत का दावा है, ഏതൊന്നിൽ നിന്നുമാണ് ഞാൻ വിലക്കുവാൻ പോകുന്നത്? അത് എന്നിലുള്ളതാണോ? उनके सामने അപ്പോൾ അവൻ ചിന്തിക്കും, इंसान ഒരു ഭാഗത്ത് എന്റെ ഈമാൻ को वैसे ही जाहिर कर देता है. हर राज की बात पता ഈമാൻ കാരണമായി അള്ളാഹുവിനോട് സ്നേഹമുണ്ടെന്ന വാദം എനിക്കുണ്ട്. और अल्लाह ताला तो वो महबूब है അപ്പോൾ സാധാരണഗതിയിൽ ആരോടാണ് സ്നേഹമുള്ളത്? की जरूरत नहीं, वो तो मख्फी ആ പ്രേമഭാജനത്തിന്റെ മുമ്പാകെ മനുഷ്യൻ പൊതുവായി തന്റെ എല്ലാ അവസ്ഥകളും പ്രകടമാക്കാറുണ്ട്. कि एक ഇരുവർക്കും എല്ലാ രഹസ്യങ്ങളും വെളിവാകുന്നു. मोहब्बत का दावा करते हो, എന്നാൽ അള്ളാഹു എത്തരത്തിലുള്ള പ്രേമഭാജനമാണ്. അവൻ പരോക്ഷമായതും പ്രത്യക്ഷമായതും അറിയുന്നവനാണ്. അവനോട് പറയേണ്ട ആവശ്യം വരുന്നില്ല. അവൻ പ്രകടമായതും ഗുപ്തമായതും എല്ലാം അറിയുന്നു. അപ്പോൾ അള്ളാഹു പറയും, तुम जो कह रहे हो ഒരു ഭാഗത്ത് നീ ഈമാന്റെ വാദം ഉന്നയിക്കുന്നു, സ്നേഹത്തിന്റെ വാദം ഉന്നയിക്കുന്നു. कर नहीं रहे, മറുഭാഗത്ത് बस നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ളതിനെ മനസ്സിലാക്കുന്ന ഞാൻ एक हकीकत അതിൽ കളങ്കമാണ് കാണുന്നത്, കണ്ടുകൊണ്ടിരിക്കുന്നത്. जो अंदरूनी നിങ്ങൾ പറയുന്നത് का खुद का निज़ाम है പ്രവർത്തിക്കുന്നില്ല. उसे राय रास्त पर ले आएगा अगर उसको अल्लाह ताला के അപ്പോൾ ഈ ആന്തരിക വ്യവസ്ഥിതി ताला देख ഒരു യഥാർത്ഥ മോമിന് गैब व शहादा है, बशर्ते के ईमान हो. അവന്റെ ആന്തരിക സംരക്ഷണത്തിനുള്ള अगर किसी का ये സ്വയം സംവിധാനമാണ്. खुदकार निज़ाम അള്ളാഹു അവനെ കണ്ടുകൊണ്ടിരിക്കുന്നു. करने की जरूरत है. അള്ളാഹു ആലിമുൽ ഗൈബി വ ഷഹാദ ആണ് എന്ന കാര്യത്തിൽ അവന് ദൃഢജ്ഞാനമുണ്ടെങ്കിൽ हर बदी ഇതവനെ സത്പാതയിൽ കൊണ്ടുവരുന്നതാണ്.
അപ്പോൾ നമ്മുടെ ആരുടെയെങ്കിലും ഈ സ്വയ സംരക്ഷണ സംവിധാനം പ്രവർത്തന സജ്ജമല്ല എങ്കിൽ അവർ ചിന്താകുലരാകേണ്ടതാണ്. നമ്മുടെ ഈമാന്റെ ഉണ്ടായിരിക്കേണ്ട ആ നിലവാരത്തിലല്ല നമ്മളുള്ളത്. अगर ये एहसास ना हो എല്ലാ തിന്മകളും എല്ലാ സാമൂഹിക അപജയങ്ങളും നമ്മെ കണ്ണാടിയെന്നോണം പ്രതിഫലിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ज्यादा गलबा हो तो फिर बुराई അള്ളാഹുവിനോടുള്ള സ്നേഹത്തിന്റെ ഒരു വികാരം ഹൃദയത്തിൽ ഉണ്ടാകുമ്പോഴാണ് ഈ കണ്ണാടി കാണുവാൻ സാധിക്കുക. जमात की बात എന്നാൽ ഈ ചിന്ത ഉണ്ടാകുന്നില്ല, അവനോടുള്ള സ്നേഹത്തിന് പ്രാമുഖ്യമില്ല. സമൂഹത്തിന്റെ ഭൗതികതയുടെ അതിപ്രസരത്തിൽ പെട്ടുപോകുന്നുണ്ടെങ്കിൽ പിന്നീട് നന്മതിന്മകളുടെ മാനദണ്ഡം മാറിമറിയുന്നു. बस बातों को जमात में ഹസ്രത്ത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമും रोकने के लिए तफरीकी की ഖുലഫാക്കളും की जाती ഇസ്ലാമിക അധ്യാപനങ്ങളുടെ വെളിച്ചത്തിൽ വിവിധ സന്ദർഭങ്ങളിലായി നമ്മിൽ നിലനാട്ടിയ ചില രീതികളുണ്ട്. ജമാഅത്തിൽ मकसद जिंदगी मारूफ पर अमल करना है। ചില കാര്യങ്ങൾ നമ്മിൽ പ്രവേശിക്കാതിരിക്കാൻ ചിലപ്പോൾ കാഠിന്യവും ഉണ്ടാകാറുണ്ട്. इसके बगैर ना ही वो नेकियों की तलकीन कर सकता है, ना ही बुराइयों से रोक सकता है। बस जब जमाने के इमाम के साथ इसलिए മാറൂഫായ കാര്യങ്ങളിൽ പ്രവർത്തിക്കുക എന്നത് ഒരു യഥാർത്ഥ വിശ്വാസിയുടെ ജീവിത ലക്ഷ്യമായതുകൊണ്ടാണ്. और खैर നന്മകൾക്കനുസൃതമായി പ്രവർത്തിക്കുക എന്നത് അനിവാര്യമാണ്. ഇതില്ലാതെ അവന് നന്മയെക്കുറിച്ച് ഉപദേശിക്കുവാനോ തിന്മയിൽ നിന്ന് തടയുവാനോ കഴിയുകയില്ല. खुद साख्ता नेकियों के मयार नहीं बन सकते, അപ്പോൾ നാം നമ്മിൽ बल्कि नेकियों के मयार वही ഒരു പരിശുദ്ധ മാറ്റമുണ്ടാക്കിയെടുക്കുവാനായി इमाम की तालीम की रोशनी में ഈ കാലത്തിലെ ഇമാമുമായി ബന്ധപ്പെട്ടുവെങ്കിൽ, ഉത്തമ സമുദായമാകാൻ പരിശ്രമിക്കുമെങ്കിൽ ഈ ഐഹിക ഭ്രമം വിട്ടൊഴിയേണ്ടതുണ്ട്. നന്മകളുടെ സ്വയംകൃത മാനദണ്ഡമുണ്ടാക്കാൻ കഴിയില്ല. മറിച്ച് നന്മയുടെ മാനദണ്ഡം എന്നത് जमात में राइज करनी तो ഇസ്ലാമിക അധ്യാപനങ്ങളുടെ വെളിച്ചത്തിൽ ये एक बहुत अहम ഇക്കാലഘട്ടത്തിൽ एक बहुत अहम बात है जिसे हर अहमदी को समझना चाहिए। അള്ളാഹുവിൽ നിന്ന് ഹിദായത്ത് പ്രാപിച്ച് ഹസ്രത്ത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത് തന്നെയായിരിക്കണം. ഇതങ്ങ് ജമാഅത്തിൽ രൂഢമൂലമാക്കുവാൻ പരിശ്രമിക്കുകയുണ്ടായി, അതിനായി ഉപദേശിക്കുകയുണ്ടായി. तगीरी कार्रवाई की എല്ലാ അഹമ്മദികളും മനസ്സിലാക്കിയിരിക്കേണ്ട വളരെ സുപ്രധാനമായ ഒരു വസ്തുതയാണിത്. കഴിഞ്ഞ ദിവസം इतना लंबी रखते थे, ഒരു ജമാഅത്തിൽ रवायात से भी ജമാഅത്തി രീതികൾക്ക് വിരുദ്ധമായി ഒരു വിവാഹത്തിൽ ചില പ്രവർത്തനങ്ങളുണ്ടായി. അതിനാൽ അവർക്കെതിരിൽ ഞാൻ ശിക്ഷാ നടപടികൾ സ്വീകരിച്ചു. ईमान का मुजाहरा करना चाहिए और उसके लिए ഇതിൽ ചിലര് करनी चाहिए। അത്ര ദീനി അവഗാഹമുള്ളവരായിരുന്നില്ല, वो दीन के നമ്മുടെ രീതികളെക്കുറിച്ച് അറിവുള്ളവരല്ലായിരുന്നു. जमात की खिदमत करने वाले भी हैं, ഇതൊരു ഒഴികഴിവൊന്നുമല്ല. रवायात और तालीमात को जानने वाले എല്ലാ അഹമ്മദികളും തങ്ങളുടെ യഥാർത്ഥ ഈമാൻ പ്രകടിപ്പിക്കുന്നവരായിരിക്കണം, അത് പ്രാപിക്കാൻ പരിശ്രമിക്കുന്നവരുമാകണം. എന്നാൽ അവരിൽ ചിലർ നല്ല ദീനി പരിജ്ഞാനമുള്ളവരായിരുന്നു, रोकना तो एक तरफ रहा, ജമാഅത്തിന് സേവനം ചെയ്യുന്നവരുമാണ്, देखते रहे ജമാഅത്തി രീതികളും അധ്യാപനങ്ങളും അറിയുന്നവരുമാണ്. इसके तो तन्हाना अनिल मुनकर पर अमल करते അവരും ഈ വിവാഹത്തിൽ പങ്കെടുത്തുകൊണ്ട് ബലഹീനത ദൗർബല്യം പ്രകടിപ്പിച്ചു. और बात തിന്മയെ തടഞ്ഞില്ല എന്ന് മാത്രമല്ല, उनकी അവിടെ ഇരുന്ന് അവിടെ നടന്ന നിരർത്ഥകമായ കാര്യങ്ങളെല്ലാം കണ്ടുകൊണ്ടിരുന്നു. कि ना उन लोगों की बुराई से रोकने के लिए തൻഹൗന അനിൽ മുൻകർ എന്നതിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നതിന് പകരമായി ആ തിന്മയുടെ ഭാഗമായി തീർന്നു. तो मुख्तलिफ मौजूद എന്നിട്ട് പിന്നീട് എനിക്ക് ചിലർ എഴുതിയത്, ये भी ഞങ്ങൾ അവരുടെ ഇസ്ലാഹിന് അഥവാ പരിഷ്കരണത്തിന് വേണ്ടി പങ്കെടുത്തു എന്നേയുള്ളൂ. ഇത് വല്ലാത്ത പരിഷ്കരണം തന്നെയാണ്. देख कर तो इसमें അവരെ തിന്മയിൽ നിന്ന് തടയുകയോ നന്മക്കായി ഉപദേശിക്കുകയോ ചെയ്യുന്നില്ല. पता नहीं ഇനി എന്തെങ്കിലും നന്മയെക്കുറിച്ച് പറഞ്ഞുവെങ്കിൽ തന്നെ മറ്റിതര വിഷയങ്ങളിൽ. की भी थी, അപ്പോൾ ഇത് അതിശയകരമായ ഇസ്ലാഹാണ്. बुराई को रोकने के लिए नहीं, തിന്മകൾ കണ്ടിട്ട് और किस्म की नेकियों की तरकीब की जाती है। അതിൽ പങ്കാളികളാകുന്നു, എന്നിട്ട് പറയുന്നത് നന്മയെ ഉപദേശിച്ചുവെന്ന്. चोरी करते हुए देख എന്തെങ്കിലും ഉപദേശം യഥാർത്ഥത്തിൽ നൽകിയിട്ടുണ്ടാവോ? ഇനി ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ किसी का नुकसान होने से बचाने के बजाय ആ തിന്മയെ തടയുന്നതിന് വേണ്ടിയല്ല ചെയ്തിട്ടുള്ളത്, മറ്റേതെങ്കിലും നന്മയെ ഉപദേശിച്ചിട്ടുണ്ടാകും. ഇത് എപ്രകാരം എന്നാൽ, बाद में उससे कह दें ഒരു മോഷ്ടാവിനെ മോഷ്ടിക്കുന്നതായി കാണുന്നു, അയാളെ തടയുന്നതിന് പകരമായി
ആർക്കെങ്കിലും നഷ്ടം വന്നു ഭവിക്കാതിരിക്കുവാൻ ശ്രമിക്കുന്നതിന് പകരമായി या उस बुराई से रोकने, അയാളെ സഹായിക്കുന്നു चोर को चोरी ഈ മോഷണത്തിനായി. എന്നിട്ട് പിന്നീട് അയാളോട് പറയുകയാണ്, സത്യം പറയുക എന്നത് വളരെ നല്ല കാര്യമാണ്. पर ईमान है, സത്യം പറയുക നിസ്സംശയം നല്ല കാര്യം തന്നെയാണ്. എന്നാൽ ആ സന്ദർഭത്തിൽ നന്മ എന്നത് बल्कि നല്ല കാര്യത്തെ ഉപദേശിക്കുക, തിന്മയിൽ നിന്നും തടയുക എന്നത് അയാളെ മോഷണത്തിൽ നിന്നും തടയുക എന്നതായിരുന്നു. ये दुआ की അപ്പോൾ ഹദ്റത്ത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൽ വിശ്വസിക്കുന്നുവെങ്കിൽ मगरिब में रहने वाले अगर इस रोबे ഒരു അഹമ്മദി സമൂഹത്തെ ഭയപ്പെടുന്നവനാകരുത്, മറിച്ച് ദീനിന് മുൻഗണന നൽകുന്നവനായി തീരേണ്ടതുണ്ട്. അദ്ദേഹം തന്റെ മക്കൾക്കായും തന്നെ അനുധാവനം ചെയ്യുന്നവർക്കായും ദുആ ചെയ്തത് അവർ ദജ്ജാലിന്റെ പ്രഭാവം അവരിൽ ഉണ്ടാകരുതെന്നാണ്. അപ്പോൾ പടിഞ്ഞാറ് വസിക്കുന്നവർ ഈ ദജ്ജാലി പ്രഭാവത്തിൽ വരികയാണെങ്കിൽ പിന്നെ എന്താണ് അവശേഷിക്കുക? ഈ സംഭവത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് ആളുകൾ അകപ്പെട്ടിരുന്നു. जाते हैं तो बिशक चले गए। എന്നോട് പറയപ്പെട്ടത് ധാരാളം ആളുകൾ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നതിനാൽ ജമാഅത്തിൽ അസ്വസ്ഥത രൂപം കൊള്ളുമെന്നാണ്. ഞാൻ അവർക്ക് നൽകിയ മറുപടി, ശിക്ഷ തീർച്ചയായും നൽകുക തന്നെ ചെയ്യുന്നതാണ്. ജമാഅത്തിൽ അസ്വസ്ഥത രൂപം കൊള്ളും, ജമാഅത്ത് ഭിന്നിക്കും, കുറച്ചാളുകൾ കൊഴിഞ്ഞുപോകും, തീർച്ചയായും പോയിക്കൊള്ളട്ടെ, ഒരു കുഴപ്പവുമില്ല. ഏതൊരു ശിക്ഷണമാണ് നമുക്ക് ഹസ്രത്ത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയത്, ഏതൊന്നാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്, അത് നടപ്പിൽ വരിക തന്നെ ചെയ്യണം. അതായത് തിന്മകളിൽ നിന്നും വ്യർത്ഥ കാര്യങ്ങളിൽ നിന്നും രക്ഷപ്പെടുക. വാക്കിന്റെയും പ്രവൃത്തിയുടെയും ഈ വൈരുദ്ധ്യം, ഇതിനെ അള്ളാഹുവും അവന്റെ റസൂലും അനിഷ്ടകരമാക്കിയിരിക്കുന്നു. पहले भी मैं कई मरतबा कह चुका हूँ, ഞാനിതിനു മുമ്പായി പല പ്രാവശ്യവും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, മുൻകഴിഞ്ഞ ഖുലഫാക്കളും പറഞ്ഞിരിക്കുന്നു. की शादियों और फंक्शनों पर से ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അതേതെങ്കിലും അഹമ്മദി ഭവനത്തിലാണ് നടക്കുന്നതെങ്കിൽ അതിൽ നിന്നും എഴുന്നേറ്റു പോരേണ്ടതാണ്. അതല്ല എങ്കിൽ ഇത് ഭീരുത്വമാണ്. उस बुराई को ഈ തിന്മയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് സമമായിരിക്കും. मुआशरे की मोहब्बत, ഈ പ്രവൃത്തി ताला की मोहब्बत पर हावी होना है। സമൂഹത്തോടുള്ള സ്നേഹം അള്ളാഹുവിനോടുള്ള സ്നേഹത്തെ അതിജയിക്കുന്നതായിരിക്കും. हर अहमदी को അള്ളാഹു എല്ലാ ഓരോ അഹമ്മദിക്കും ഇത് മനസ്സിലാക്കുവാനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. मैं हज़रत सल्लल्लाहु अलैहि वसल्लम की ഇനി ഞാൻ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇതിൽ നിന്നും ഒരു മൂമിന്റെ എന്ത് നിലവാരമായിരിക്കണമെന്ന് മനസ്സിലാകുന്നതാണ്. ഇത് വായിക്കുമ്പോൾ ഭയം നിമിത്തം രോമകൂപങ്ങൾ എഴുന്നു നിൽക്കുന്നു. തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുൾ ചെയ്യുന്നു, हज़रत अब्दुल्ला बिन ഹസ്രത്ത് അബ്ദുല്ലാ ബിൻ അംർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, 4 സ്വഭാവങ്ങൾ जिसमें हो वो पूरा मुनाफिक है। 4 സ്വഭാവങ്ങൾ ആരിലുമുണ്ടെങ്കിൽ അയാൾ തികഞ്ഞ മുനാഫിക്കാണ്. ഇനി ആരിലെങ്കിലും ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ അയാളിൽ നിഫാക്കിന്റെ ഒരു സ്വഭാവമാണ് ഉണ്ടാകുക. ഏതുവരെ അയാൾ അത് ഉപേക്ഷിക്കുന്നില്ല. अगर उसके पास इमानत रखी जाए, ഒന്നാമതായി ये है कि अगर उसकी അയാളുടെ അടുത്ത് അമാനത്ത് വെച്ചാൽ അതിൽ വിശ്വാസവഞ്ചന കാണിക്കുന്നു. और दूसरी बात രണ്ടാമത്തേത് बात करता है, സംസാരിക്കുമ്പോൾ കളവായിരിക്കും പറയുക. മൂന്നാമത്തേത് വാഗ്ദാനം ചെയ്താൽ വാഗ്ദാന ലംഘനം നടത്തുന്നു. നാലാമത്തേത് വഴക്കിട്ടാൽ അസഭ്യം പുലമ്പുന്നു. और सैयद वलीउल्लाह ഹസരത് സയ്യിദ് വലിയുള്ള ഷാ സാഹിബ് बुखारी की लिखी को तरतीब दिया जमात, ഇദ്ദേഹം ജമാഅത്തിൽ സഹീഹ് ബുഖാരിക്ക് തർത്തീബ് കൊടുക്കുകയുണ്ടായി. वो उसकी शरह അതിൽ അദ്ദേഹം ഷറഹും എഴുതുകയുണ്ടായി. അതിന്റെ ഷറഹിൽ അദ്ദേഹം എഴുതുന്നു, ईमान की बहस ഈമാന്റെ ചർച്ചയിൽ निफाक का जिक्र लाने से നിഫാക്കിനെ കൊണ്ടുവന്നതിന്റെ ഉദ്ദേശ്യം कुफ्र और शिर्क കുഫർ, ഷിർക്ക്, അതുപോലെ എല്ലാവിധത്തിലുള്ള ക്രമരാഹിത്യവും അനൗചിത്യവും പരാമർശിക്കുന്നത് പോലെ തന്നെയായതിനാലാണ്. അതായത് നിഫാക്കും ഈമാനെ ദുർബലപ്പെടുത്തുന്ന ഒന്നാണ്. എഴുതുന്നു, എത്തരത്തിൽ ഒരു വ്യക്തിയിൽ ഈ അടയാളത്തിൽ നിന്നും ഒരടയാളം ഉണ്ടാകുന്നുവെങ്കിൽ അതിനനുസൃതമായ അയാളിൽ കപടത കൂടുതലും ഈമാൻ കുറവുമായി തീർന്നുകൊണ്ടിരിക്കും. നിഫാഖിന്റെ അർത്ഥം എന്നത് ആന്തരികവും ബാഹ്യവും വ്യതിരിക്തമാകുക എന്നതാണ്. അതായത് ഹൃദയത്തിലൊന്നുണ്ടാവുക, വെളിയിൽ മറ്റൊന്ന് പ്രകടിപ്പിക്കുക, അതല്ലെങ്കിൽ യാഥാർത്ഥ്യത്തിന് വിരുദ്ധമായി ഉണ്ടായിരിക്കുക.
അതായത് യാഥാർത്ഥ്യം ഒന്നായിരിക്കുക, എന്നാൽ പറയുന്നത് വേറെന്തോ ആകുക. ഇപ്പൊ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുൾ ചെയ്തിട്ടുള്ള നിഫാക്കിന്റെ ഈ അടയാളങ്ങൾ അത് ഇതിന്റെ ശരിയായ വിശദീകരണമാണ്. കളവിൽ മനുഷ്യന്റെ സംസാരം, വാഗ്ദാന ലംഘനത്തിൽ അവന്റെ പ്രവൃത്തി, വിശ്വാസവഞ്ചനയിൽ അവന്റെ നിയ്യത്ത്, ഇതെല്ലാം തന്നെ യാഥാർത്ഥ്യത്തിൽ നിന്നും വ്യതിരിക്തമായതായിരിക്കും. मुआहदा तोड़ना, വാഗ്ദത്ത ലംഘനം, അസഭ്യം പുലമ്പുക എന്നതും ये भी वाकई യാഥാർത്ഥ്യത്തിനെതിരായിട്ടുള്ളതാണ്. ये मोटी मोटी ചുരുക്കത്തിൽ ഇത് നിഫാക്കിന്റെ പ്രകടമായ ഉദാഹരണങ്ങളാണ്. दिल में ईमान യാഥാർത്ഥ്യം വിവരിക്കുന്നതിനായി ഹൃദയത്തിൽ ഈമാനില്ലാതിരിക്കുക, നാവിലുണ്ടായിരിക്കുക, या ईमान हो मगर इकरार ഇതും വൈരുദ്ധ്യമാണ്. ഈമാനുണ്ട് എന്നാൽ പ്രഖ്യാപിക്കുന്നില്ല എങ്കിൽ ഇതും നിജസ്ഥിതിക്കെതിരായതാണ്. ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ മസീഹ് സ്വല്ലല്ലാഹു വസ്സലാമിനെ മഹാത്മാവായി ഗണിക്കുന്നു എന്നെല്ലാം ചിലർ പറയാറുണ്ട്. എന്നാൽ ലോകത്തിന്റെ മുമ്പാകെ ഇത് പ്രകടിപ്പിക്കാൻ അവർക്ക് കഴിയാറില്ല. അപ്പോൾ ഇതും നിഫാഖാണ്. അതല്ലെങ്കിൽ ഈമാനുണ്ട് എന്നാൽ പ്രവൃത്തി അതിനെ സാക്ഷ്യപ്പെടുത്തുന്നതല്ല. വിശ്വസിക്കുന്നു എന്നാൽ പ്രവർത്തികൾ ആ അധ്യാപനങ്ങൾക്കെതിരാണ് എങ്കിൽ അതും നിഫാഖാണ്. ചുരുക്കത്തിൽ ये रंग रखेगी। ഇത്തരം കാര്യങ്ങളെല്ലാം കപടതയാണ്. അപ്പോൾ ഈ അർത്ഥങ്ങളാണ് നിഫാഖിന്റേത്. ये बुराइयां ऐसी हैं जो इस हदीस में बयान ഈ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദമാക്കിയിരിക്കുന്ന കാര്യങ്ങൾ ने खोल के बयान फरमाई। ഇക്കാലഘട്ടത്തിൽ വളരെ കൂടുതലായി നമുക്ക് കാണുവാൻ കഴിയുന്നു. और मुआशरे के സമൂഹത്തിന്റെ പ്രഭാവം കാരണമായി നമ്മിൽ ചിലരും തീർച്ചയായും ഇതിൽ അകപ്പെട്ടിരിക്കുന്നു, അകപ്പെട്ടുകൊണ്ടിരിക്കുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടിസ്ഥാനത്തിൽ ഇതിൽ ഏതെങ്കിലും ഒന്നുണ്ടായിരിക്കുക എന്നത് ഹൃദയത്തിന്റെ ഒരു ഭാഗത്തെ നിഫാഖിൽ അകപ്പെടുത്തുക എന്നുള്ളതാണ്. इन्हीं बुराइयों की तरफ इशारा करते हुए शायद ഒരുപക്ഷെ ഇതിലേക്ക് വെളിച്ചം വീശിക്കൊണ്ടായിരിക്കണം ഹദ്റത്ത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഭാഗത്ത് പറയുകയുണ്ടായത്, सल्लल्लाहु अलैहि वसल्लम के ज़माने നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന മുനാഫിക്കീങ്ങൾ ഇക്കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അവർ വലിയ ഭക്തരും മോമിനീങ്ങളുമായി ഗണിക്കപ്പെടുമായിരുന്നു. കാരണം തിന്മ വ്യാപരിക്കുമ്പോൾ അല്പം നന്മയും കാര്യമാത്ര പ്രസക്തമായിത്തീരുന്നു. മുനാഫിക്കീങ്ങൾ എന്ന് പറയപ്പെട്ടവർ വലിയ വലിയ സഹാബാക്കളുടെ മുമ്പാകെ മുനാഫിക്കീങ്ങളായിരുന്നു. लेकिन हमें याद रखना चाहिए അപ്പോൾ നാം ഓർത്തിരിക്കേണ്ടത് ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ അംഗീകരിച്ചതിന് ശേഷം ऊंचे होने चाहिए। നമ്മുടെ നിലവാരം ഉയരേണ്ടതുണ്ട് സാധാരണ മുസ്ലിങ്ങളിൽ നിന്ന്. उस जमाने के कमजोर ईमान वाले या बाज बातों में ബലഹീന വിശ്വാസികൾ, कमजोरियां दिखाने वाले ചില കാര്യങ്ങളിൽ ബലഹീനത പ്രകടമാക്കുന്നവർ അല്ല നമുക്കുള്ള മാതൃകകൾ. മറിച്ച് ഉന്നത നിലവാരം പ്രാപിച്ചിരുന്ന സഹാബാക്കളാണ് നമുക്കുള്ള മാതൃക. ഇവർക്ക് അല്ലാഹു സ്വർഗത്തിന്റെ തന്റെ പ്രീതിയുടെ സുവാർത്ത നൽകുകയുണ്ടായി. हमने वो आला मयार हासिल അപ്പോൾ അല്ലാഹുവിനും जो अल्लाह और उसके रसूल അവന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും പ്രിയങ്കരമായ മാർഗമാണ് നാം അവലംബിക്കേണ്ടത്. मयार नाय ताला നമ്മുടെ വിശ്വസ്തതയുടെ നിലവാരം ഉന്നതമായിരിക്കേണ്ടതുണ്ട്. कौमी मानते हैं, സാമൂഹിക അമാനത്താകട്ടെ, जमाती मानते हैं, ജമാഅത്തി അമാനത്താകട്ടെ, വ്യക്തിഗത അമാനത്താകട്ടെ, हक अदा करना। ഇതിന്റെ എല്ലാം ഹക്ക് നാം പൂർത്തീകരിക്കേണ്ടതുണ്ട്. हम किसी सरकारी दफ्तर में काम कर रहे हैं നാം ഒരു ഗവൺമെന്റ് ജോലിക്കാരനാണെങ്കിൽ कि साथ का अमला क्या अमल दिखा रहा है। സഹപ്രവർത്തകർ इमानत का मयार वो होना चाहिए। നിലവാരം പ്രകടിപ്പിച്ചാലും ഇല്ലെങ്കിലും നമ്മുടേത് തികച്ചും വ്യതിരിക്തമായ മാതൃകയായി തീരേണ്ടതാണ്. प्राइवेट कंपनियों में काम कर रहे हैं, സ്വകാര്യ സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്ന അഹമ്മദിയാണെങ്കിലും ഒരു അഹമ്മദിയുടെ മാതൃക നിലനാട്ടേണ്ടതുണ്ട്. आज हम बड़े फख्र से गैरों को बताते हैं कि अहमदी का इमानत का मयार അഹമ്മദിയുടെ അമാനത്തിന്റെ നിലവാരം മറ്റുള്ളവരെ അപേക്ഷിച്ച് മികച്ചതാണെന്ന് നാം അഭിമാനപൂർവ്വം പറയാറുണ്ട്. എന്നാൽ മികച്ചതാകുക അഭിമാനത്തിന് കാരണമാകുന്നില്ല. आला तरीन മറിച്ച് അഭിമാനമാകുന്നത് आला तरीन मयार അത് അതിന്റെ ഉന്നത നിലവാരത്തിലെത്തിക്കുമ്പോഴാണ്. तीसरी दुनिया के मुल्क में മൂന്നാം ലോക രാഷ്ട്രങ്ങൾ ഇവിടുത്തെ പുരോഗതി ഇല്ലാത്തതിന് സമമാണ്. ചില രാഷ്ട്രങ്ങളാകട്ടെ പിന്നോട്ടടിച്ചുകൊണ്ടിരിക്കുന്നു. അതിനുള്ള കാരണം कि इमानत में
അവിടെ സർവ്വ മേഖലകളിലും വിശ്വസ്തത और हर सतह पर തുടച്ചു നീക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. पाकिस्तान को मसलन ഉദാഹരണത്തിന് പാകിസ്ഥാൻ क्या मुसलमान തങ്ങൾ മുസ്ലിം രാഷ്ട്രമാണെന്ന് ഊറ്റം കൊള്ളാറുണ്ട്. अदाद शुमार आए हैं എന്നാൽ പുതിയ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ वाले ममालिक में അഴിമതി രാഷ്ട്രങ്ങളുടെ ഗണത്തിൽ അതിന്റെ നിലവാരം ആദ്യത്തേക്കാൾ बाद और मुसलमान ममालिक ഉയർന്നിരിക്കുന്നു. ഇതുപോലെ തന്നെ മറ്റു ചില മുസ്ലിം രാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ ചില രാജ്യങ്ങളിലെ അധികാരങ്ങളുള്ള മുസ്ലിങ്ങൾ लेकिन खयानत में बड़े हुए हैं. എന്നാൽ വിശ്വാസവഞ്ചനയിൽ മുൻകടന്നിരിക്കുന്നു എന്നല്ല, മുന്നോട്ട് തന്നെ ഗമിച്ചുകൊണ്ടിരിക്കുന്നു. मुसलमान होने से വെറും മുസ്ലിങ്ങളാകുന്നത് കൊണ്ട് മാത്രം ഉത്തമ സമുദായമായി തീരുമോ? इस्लामी कवानीन ഇസ്ലാമി നിയമങ്ങൾ നിലനാട്ടുന്നു എന്ന് പ്രഖ്യാപിക്കുന്നത് കൊണ്ട് മാത്രം ഉത്തമ സമുദായമായി തീരുമോ? इन लोगों में एक दो बुराइयों का सवाल ഇവരിൽ ഒന്നോ രണ്ടോ തിന്മകളുടെ പ്രശ്നമല്ല, बल्कि तमाम बुराई മറിച്ച് എല്ലാ തിന്മകളിലും അകപ്പെട്ടിരിക്കുന്നു. फिर भी मोमिन എന്നിരുന്നാലും മൂമിനാണ്. और जो हकीकी मोमिन है എന്നാൽ യഥാർത്ഥ മൂമിനാകട്ടെ അവരുടെ ദൃഷ്ടിയിൽ കാഫിറും. आजकल के ऐसे ही नाम नेहाद मोमिनों के बारे में ഇത്തരത്തിലെ ഇന്നത്തെ ഈ നാമമാത്ര മൂമിനീങ്ങളെ കുറിച്ച് ഹസരത്ത് മസീഹ് സ്വലാത്തു വസ്സലാമോടടുത്ത് പറയുന്നു, ഹസരത്ത് മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലെ മുനാഫിക്കീങ്ങൾ ഇവരെക്കാൾ മെച്ചപ്പെട്ടവരായിരുന്നു. इमानत के मयार അമാനത്തിന്റെ നിലവാരം സ്ഥാപിക്കുവാൻ, इमानत की हिफाजत അമാനത്തിനെ സംരക്ഷിക്കുവാൻ जिसके अमीन हजरत सल्लल्लाहु अलैहि वसल्लम थे അതിന്റെ അമീൻ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ്. ही है അപ്പോൾ ഒരു അഹമ്മദിക്കാണ് सही हक अदा ഇന്ന് ഇത് നിലനാട്ടുവാൻ കഴിയുകയുള്ളൂ. ഹക്ക് പൂർത്തീകരിക്കേണ്ടതാണ്. ताकि खैर उम्मत में शुमार ഈ ഖൈറ ഉമ്മത്തിൽ അവൻ ഗണിക്കപ്പെടാൻ. ये हक अदा होगा ഹക്ക് പൂർത്തീകരിക്കപ്പെടുന്നത് इस बिगड़े हुए मुआशरे में ഈ അപജയത്തിൽ അകപ്പെട്ട സമൂഹത്തിൽ തങ്ങളുടെ മാതൃക നിലനാട്ടുമ്പോഴാണ്. और माहौल को वसीयत कर ചുറ്റുപാടുള്ളവരെ ഉപദേശിച്ചുകൊണ്ടാണ്. हजरत सल्लल्लाहु अलैहि वसल्लम जिस इमानत को लेकर आए थे जो दुनिया അപ്പോൾ ലോകത്തിന് തൗഹീദിന്റെ സന്ദേശം എത്തിക്കുവാനായി ഏതൊരു അമാനത്തുമായാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആഗതനായത്. ഹുക്കൂക്കുൽ ഇബാദിന്റെ പൂർത്തീകരണം ये इमानत है. ഈ അമാനത്താണ് ഇന്നൊരു അഹമ്മദിയെ ഏൽപ്പിച്ചിരിക്കുന്നത്. बस आज अहमदी इस इमानत को भी ഇന്നൊരു അഹമ്മദിയാണ് ഏറ്റവും കൂടുതൽ ഈ അമാനത്തിന്റെ സൂക്ഷിപ്പുകാരനാകേണ്ടത്. अमीन होना चाहिए और सबसे पहले ഇതിനായി പ്രഥമമായി अपने नफ्स की തങ്ങളുടെ നഫ്സിന്റെ സംസ്കരണ മുഖേന इस इमानत ഈ അമാനത്തിന്റെ പൂർത്തീകരണത്തിനായി പരിശ്രമിക്കേണ്ടതാണ്. हुकूकुल्लाह സൃഷ്ടാവിനോടും സൃഷ്ടികളോടുമുള്ള കടപ്പാടുകൾ പൂർത്തീകരിക്കുമ്പോഴാണ് ആ അമാനത്ത് നിലനാട്ടുന്നവരായി നാം തീരുകയുള്ളൂ. നമ്മുടെ മക്കളുടെ ശിക്ഷണം इस इमानत का നിർവഹിച്ചുകൊണ്ടാണ് അതിന്റെ ഹക്ക് പൂർത്തീകരിക്കപ്പെടുക. इन हुकूक की അങ്ങനെ ഈ അമാനത്ത് പൂർത്തീകരിക്കപ്പെടണം എന്ന ആത്മാവ് അടുത്ത തലമുറകളിലും രൂഢമൂലമാകുന്നതിനു വേണ്ടി हजरत सल्लल्लाहु अलैहि वसल्लम ने मुनाफिक की एक ये निशानी बताई നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മുനാഫിക്കിന്റെ മറ്റൊരടയാളം പറഞ്ഞത് അവൻ കള്ളം പറയുന്നു, എന്ത് സംസാരിച്ചാലും അതിൽ കളവ് കലർന്നിരിക്കും. कितनी खतरनाक तंबीह അപ്പൊ കളവ് പറയുന്നവർക്ക് എത്ര വലിയ മുന്നറിയിപ്പാണ് ഇതിലുള്ളത്. देखें तो ये कौल और फेल का तजाद വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള വൈരുദ്ധ്യം ഇതിൽ കാണാൻ കഴിയും. ഈ വൈരുദ്ധ്യം തന്നെയാണ് കപടത. तरफ अल्लाह ताला पर ईमान ഒരു ഭാഗത്ത് അള്ളാഹുവിൽ വിശ്വസിക്കുന്നുവെന്ന വാദം, दूसरी तरफ മറുഭാഗത്ത് കളവ്. झूठ गोया झूठ को खुदा ताला അഥവാ ദൈവത്തിന്റെ സ്ഥാനത്ത് കളവിനെ നിർത്തിയിരിക്കുന്നു. अल्लाह ताला ने इसी वजह से അതിനാൽ तന്നെയാണ് അള്ളാഹു കളവിനെയും ബിംബാരാധനയെയും ചേർത്ത് പറഞ്ഞിരിക്കുന്നത്, ഒരുമിച്ച് പറഞ്ഞിരിക്കുന്നു. इकट्ठा फरमाया. ये दो बातें इसमें जमा हो जाएं ഇത് രണ്ടും ഒരാളിലുണ്ടായാൽ, या सिर्फ झूठ ही बोलना അതല്ലെങ്കിൽ കളവ് മാത്രം പറയുന്നവനാണെങ്കിൽ അവൻ മുശ്രിക്കാണ്. और अगर अल्लाह ताला पर ईमान അള്ളാഹുവിലുള്ള വിശ്വാസത്തിന്റെ വാദത്തോടൊപ്പം കളവുമുണ്ടെങ്കിൽ बड़ा वाज़ेह हर एक काम എല്ലാവർക്കും അറിയാം ये गलत ഇത് വളരെ വ്യക്തമായ തെറ്റായ പ്രസ്താവനയാണ്, നിഫാഖാണ്. ईमान के बजाय അപ്പോൾ അള്ളാഹുവിലുള്ള വിശ്വാസം इंसान अल्लाह ताला पर ईमान के ബലഹീനമാകുമ്പോൾ शिर्क के അയാൾ ഷിർക്കിന്റെ കൂടുതൽ സമീപസ്ഥമായി തീരുന്നു.
मुंह से बेशक ये दावा है വായ കൊണ്ട് താൻ മോമിനാണെന്ന വാദമുണ്ടെങ്കിലും लेकिन अमल उसकी नफी कर रहा പ്രവൃത്തി അതിനെ നിരാകരിക്കുകയാണ് ചെയ്യുന്നത്. है. इसके तरफ अफसोस का मुकाम ഇത് എത്രമാത്രം കഷ്ടതരമായ സംഗതിയാണ്. मुसलमानों की अक्सरियत ഇന്ന് ഭൂരിഭാഗം മുസ്ലിങ്ങളും झूठ और सच के സത്യത്തിന്റെയും അസത്യത്തിന്റെയും ഈ വ്യത്യാസത്തെ വിസ്മരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. अहमदियों ने അപ്പോൾ ഇന്ന് അഹമ്മദികൾ ഇതിനെതിരിൽ ജിഹാദ് ചെയ്തില്ല. अपने नफ्स और अपने माहौल തങ്ങളുടെ നഫ്സിനെയും ചുറ്റുപാടിനെയും पाक करने ഇതിൽ നിന്ന് സംശുദ്ധമാക്കുവാനുള്ള പരിശ്രമം നടത്തിയില്ല എങ്കിൽ दिल में लगाने वाले ഹൃദയത്തിൽ ഒരു കറ പതിപ്പിക്കുന്നതിന് കാരണമായി തീരുന്നതാണ്. इस्लाम की जमात से ഇതിനെ ഹസ്രത്ത് മസീഹ് സ്വലാത്തു വസ്സലാമുമായോ അങ്ങയുടെ ജമാഅത്തുമായോ യാതൊരു ബന്ധവുമില്ല. इस्लाम ഹസ്രത്ത് മസീഹ് സ്വലാത്തു വസ്സലാം ഇസ്ലാഹിനു വേണ്ടിയാണ് ആഗതനായത്. शरीयत के क़याम ശരീഅത്ത് നിലനാട്ടുവാനാണ് അങ്ങ് ആഗതനായത്. अल्लाह ताला का रंग चढ़ाने അള്ളാഹുവിന്റെ നിറം സന്നിവേശിപ്പിക്കാനാണ് വന്നത്. अपने आका തന്റെ യജമാനനായ ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ कामिल पैरवी कर പൂർണ്ണമായും അനുധാവനം ചെയ്തുകൊണ്ട് അങ്ങയുടെ അനുസാരിയായാണ് ആഗതനായത്. हम जो आपको मानने का दावा അപ്പോൾ അദ്ദേഹത്തെ അംഗീകരിക്കുന്നു എന്ന് വാദിക്കുന്ന നമ്മിലും कायम रहे കളവ് സ്ഥാനം പിടിക്കുകയാണെങ്കിൽ तो शरीयत के എപ്രകാരമാണ് ശരീഅത്ത് നിലനാട്ടപ്പെടുക? ये जितने हम दावे कर रहे हैं നാം പ്രഖ്യാപിക്കുന്ന വാദങ്ങൾ അതെത്തരത്തിലാണ് പൂർത്തീകരിക്കപ്പെടുക? हमें अपने जायजे അതിനാൽ നമ്മിൽ ഓരോരുത്തരും കൂടുതൽ ആത്മപരിശോധന നടത്തേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. മറ്റുള്ളവരിലേക്ക് ദൃഷ്ടി പതിപ്പിക്കുന്നതിന് പകരമായി ഓരോരുത്തരും തങ്ങളെ വിലയിരുത്തുക. ആത്മസംസ്കരണം എത്രമാത്രം നടക്കുന്നുണ്ട്? മൂന്നാമത്തെ അടയാളം हजरत റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മുനാഫിക്കിന്റേതായി പറഞ്ഞത് വാഗ്ദാനം ചെയ്ത് കരാറുണ്ടാക്കി പിന്നെ അതിനെ ലംഘിക്കുന്നു, उनको इफा नहीं करता അതിനെ പൂർത്തീകരിക്കുന്നില്ല. बदअहदी करता है. और आजकल यही ഇതാണ് ഇന്ന് ലോകത്ത് നടമാടിക്കൊണ്ടിരിക്കുന്നത്. कारोबारों में बदअहदी है. വ്യാപാരത്തിൽ കരാർ പാലനം നടക്കുന്നില്ല. ദിനേനയുള്ള പ്രവർത്തനങ്ങളിൽ ഇത് വ്യാപകമായിരിക്കുന്നു. इस सतह पर इतनी बदअहदी സമൂഹങ്ങളെ അത് എത്രമാത്രം ഗ്രസിച്ചിരിക്കുന്നുവെന്നാൽ അത് സങ്കല്പത്തിന് അതീതമാണ്. का मुआहदा कर വ്യാപാര കരാറുകളിൽ സങ്കല്പിക്കാൻ പോലുമാകാത്ത വിശ്വാസവഞ്ചനയും വാഗ്ദത്ത ലംഘനവും നടക്കുന്നു. किसी ने मुझे बताया बल्कि ये कारोबार कर ഒരു വ്യാപാരി തന്നെ എന്നോട് പറഞ്ഞത് पाकिस्तान से हम പാകിസ്ഥാനിൽ നിന്ന് दुनिया को ഇതര രാജ്യങ്ങളിലേക്ക് നല്ല ബാസ്മതി അരി കയറ്റുമതി ചെയ്യുന്നുണ്ട്. हमने एक ऐसा तरीका रखा ഇതിൽ ഞങ്ങൾ ബാസ്മതി അരിയെ പോലുള്ള ഒരുതരം അരി മിക്സ് ചെയ്ത് കയറ്റി അയക്കുന്നു. मोटे चावल की एक किस्म അത് ബാസ്മതി അല്ല, वो इस तरीके ബാസ്മതിയെ പോലുള്ള ഒരു അരിയാണ്. അത് മറ്റുള്ളവർക്ക് തിരിച്ചറിയാൻ കഴിയുകയില്ല. और ये कोई परवाह नहीं इससे ഇത് തിരിച്ചറിയപ്പെടുകയാണെങ്കിൽ पड़ेगा അവരുടെ വ്യാപാരത്തെ അത് ബാധിക്കും. कि मुल्क ഏറ്റവും കൂടുതലായി രാജ്യത്തിന് അത് അപമാനത്തിന് കാരണമായി തീരുമെന്നതൊന്നും അവർക്ക് പ്രശ്നമല്ല. किए जाते അപ്പോൾ ഇത്തരത്തിലുള്ള ധാരാളം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. बदअहदी नहीं ഇത് വെറും കരാർ ലംഘനം മാത്രമല്ല, മറിച്ച് വിശ്വാസ വഞ്ചനയാണ്, കളവാണ്. सिर्फ 4 पैसे നിസ്സാര നാണയത്തുട്ടുകൾക്ക് വേണ്ടി ഈ കരാർ ലംഘനം നടത്തിക്കൊണ്ടിരിക്കുന്നു. और जिस रसूल ഏതൊരു പ്രവാചകനോട് തങ്ങളെ ചേർത്തു പറയുന്നു, उन्होंने क्या तो അവിടുന്ന് എന്താണ് उन्होंने तो നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്? വ്യാപാരത്തിലെന്നല്ല, സർവ്വ മേഖലയിലും തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് മാതൃകയാണ് നിലനാട്ടിയത്? जंगी मुआहदा യുദ്ധ ഉടമ്പടികളിലും സാധാരണ കരാറുകളിലും किस तरह बारीकी से എത്ര സൂക്ഷ്മതയോടുകൂടിയാണ് അതിനെ അങ്ങ് പൂർത്തീകരിച്ചത്. किसी मुआहदे ലോകത്ത് ഒരു ഉടമ്പടികളിലും അതിന് സമാനമായ ഉദാഹരണങ്ങൾ ദർശിക്കുവാൻ കഴിയുകയില്ല. ഉദാഹരണത്തിന് ഹുദൈബിയ സന്ധിയുടെ സന്ദർഭത്തിൽ ഉടമ്പടി എഴുതപ്പെടുമ്പോൾ നിബന്ധനകൾ രൂപം കൊള്ളുകയായിരുന്നു. മക്കയിൽ നിന്നും വന്നൊരു സഹാബിയെ അവിടുന്ന് തിരിച്ചയച്ചു, दिलवा दिया कुफार के मुतालिक നിഷേധികളുടെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട്. तो आपने ये नहीं कहा कि अभी तो शरायत लिखी ഈ നിബന്ധനകൾ എഴുതപ്പെട്ടിട്ടില്ലല്ലോ എന്ന് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല. അതിനാൽ തിരിച്ചയക്കാൻ സാധ്യമല്ല. എന്നാൽ വാക്കാൽ ഉടമ്പടിയായി കഴിഞ്ഞിരുന്നു. എഴുതുവാൻ തുടങ്ങുകയായിരുന്നു. പറഞ്ഞു, ശരിയാണ്, നിങ്ങൾ തിരിച്ചു പോകുക. इसके वापस जाने അദ്ദേഹം തിരിച്ചുപോയാൽ അദ്ദേഹത്തിന്റെ ജീവൻ തന്നെ അപകടത്തിലാകുമെന്ന് അങ്ങേക്കറിയാമായിരുന്നു. ഇതായിരുന്നു നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിലവാരം. അപ്പോൾ ഇന്ന് आप सब തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ गुलाम സത്യസന്ധനായ പ്രേമിയുടെ गुलामों ने भी ദാസന്മാരും ഈ നിലവാരം കരഗതമാക്കുവാൻ പരിശ്രമിക്കേണ്ടതുണ്ട്. ബാസാറിൽ കൂടി കടന്നു പോകുമ്പോൾ ഒരു ചാക്കിലങ്ങ് കൈയിടുന്നു. गंदम
ഗോതമ്പിന്റെയോ മറ്റു ധാന്യത്തിന്റെയോ बीच में आपको बिजली की नजर आई കയ്യിൽ ഇറുപ്പം തട്ടുമ്പോൾ പറഞ്ഞു ഇത് വഞ്ചനയാണ്. तो और एक मुसलमान ഒരു മുസ്ലിമിന് ഇത് അനുഗുണമല്ല. तो हमने इस किस्म के ഇത്തരത്തിലുള്ള നിലവാരം പ്രാപിക്കുവാനാണ് നാം പരിശ്രമിക്കേണ്ടത്. അപ്പോഴായിരിക്കും अल्लाह ताला അള്ളാഹുവിൽ कामिल പൂർണ്ണ വിശ്വാസം പുലർത്തിക്കൊണ്ട് हम നാം യഥാർത്ഥത്തിൽ ഉപദേശിക്കുന്നവരായി തീരുകയുള്ളൂ. फिर एक इलामत മറ്റൊന്ന് മുനാഫിക്കിന്റെ അടയാളമായി പറഞ്ഞത് തർക്കമുണ്ടാകുമ്പോൾ അസഭ്യം പുലമ്പാൻ തുടങ്ങുന്നു എന്നതാണ്. अब ये खुशबू ഇത് ഇന്ന് നാം ഈ പ്രത്യേകത നമ്മുടെ എതിരാളികളിൽ കണ്ടുവരുന്നു. कितनी ज्यादा है അതെത്രമാത്രമുണ്ട് എന്ന്. इसका हर वो टीवी चैनल और ജമാഅത്തിനെതിരിലുള്ള എല്ലാ TV ചാനലും വെബ്സൈറ്റുകളും സ്വയം പ്രകടമാക്കിക്കൊണ്ടിരിക്കുന്നു. बस एक अहम भी ഇക്കാര്യത്തിൽ നിന്നും इस बात से അകന്നു നിൽക്കുക എന്നതും ഒരു അഹമ്മദിയുടെ കമാണ്. निशानी जो है इसका इजहार हो ഈ അടയാളത്തിന്റെ പ്രകടനമാണ് എതിരാളികളിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. रहा है कि संदेश ഇത് അവരുടെ മാത്രം ഭാഗമാണ്. അഹമ്മദി എപ്പോഴും തന്നെ ഇതിൽ നിന്ന് രക്ഷപ്പെടേണ്ടതാണ്. കാഠിന്യത്തിനുള്ള മറുപടിയായി ഒരിക്കലും തന്നെ സഭ്യേതര സംസാരം നിങ്ങളിൽ നിന്നുണ്ടാകരുത്. हमारे सामने हमेशा वो उसवा होना चाहिए जो हमारे आका और मौला हज़रत നമ്മുടെ യജമാനനായ ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിലനാട്ടിയ ആ മാതൃകയാണ് എപ്പോഴും നാം മുന്നിൽ വെക്കേണ്ടത്. आपके गुलाम साथ പിന്നീട് അങ്ങയുടെ ദാസൻ സത്യസന്ധനായ പ്രേമി ഇക്കാലഘട്ടത്തിലെ ഇമാം നമ്മുടെ മുമ്പാകെ പ്രകടിപ്പിച്ച ആ മാതൃകകൾ आपको बुरा भला कहते रहे അദ്ദേഹത്തിന്റെ മുഖത്തു നോക്കി എതിരാളികൾ ഇത്തരത്തിൽ സംസാരിച്ചു പോന്നു. എന്നാൽ അവിടുന്ന് അത്തരത്തിൽ പ്രതികരിച്ചില്ല. മറിച്ച് എപ്പോഴും തന്നെ അതിനെ അവഗണിച്ചു. आप सल्लल्लाहु अलैहि वसल्लम तो रहमतुल्लिल आलमीन थे। നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്തുൽ ആലമീനായിരുന്നു. അങ്ങയിൽ നിന്നും എല്ലാവർക്കും എപ്പോഴും കാരുണ്യം തന്നെയാണ് പ്രാപ്യമായിരുന്നത്. अल्लाह ताला हर अहम അള്ളാഹു എല്ലാ അഹമ്മദികളെയും ഈമാനെ നശിപ്പിക്കുന്ന ഈ രോഗങ്ങളിൽ നിന്നും സുരക്ഷിതരാക്കി വെക്കുമാറാകട്ടെ. और मुआशरे के अमन को बर्बाद करने वाले ഇത് സമൂഹത്തിന്റെ സമാധാനം കെടുത്തുന്നവയാണ്. നാം എപ്പോഴും तामुरून बिल मारूफ व तनहा താമുറൂന ബിൽ മാറൂഫി വ തൻഹൗന അനിൽ മുൻകറിന്റെ करने वाले हैं। അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവരായി തീരട്ടെ. ഇന്ന് ദൗർഭാഗ്യവശാൽ ബഹുഭൂരിഭാഗം മുസ്ലിങ്ങളുടെയും ഈ രോഗങ്ങൾ കാരണമായി की बदनामी हो रही മുസ്ലിങ്ങളുടെ നാമം കളങ്കിതമായിക്കൊണ്ടിരിക്കുന്നു. ഈ കളവ്, വിശ്വാസവഞ്ചന, കരാറുകളെ न करना उनको ऑनर പാലിക്കാതിരിക്കുക जिसने यही चीज എന്നതെല്ലാം मुल्कों के अमन को बर्बाद करती है। രാജ്യത്തിന്റെ സമാധാനം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മിക്ക ഇസ്ലാമിക രാഷ്ട്രങ്ങളിലും ഭരണകൂടവും बयान പൊതുജനങ്ങളും തമ്മിൽ पैदा हुई है അസ്വാരസ്യങ്ങൾ ഉടലെടുത്തുകൊണ്ട് യുദ്ധത്തിന് സമാനമായിട്ടുള്ള അവസ്ഥ ഉണ്ടായിരിക്കുന്നത് ഇതേ നിഫാഖിന്റെ കാരണത്താലാണ്. सल्लल्लाहु अलैहि वसल्लम ने फरमाई ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. उठाकर जो निफाक पैदा हुआ है मुल्कों में गैर मुस्लिमों को इस्लाम ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ രൂപം കൊണ്ടിരിക്കുന്ന ഈ സ്ഥിതിവിശേഷം കാരണമായി മറ്റുള്ളവർക്ക് ആക്ഷേപത്തിനുള്ള അവസരം കൈവന്നിരിക്കുന്നു. इसराइल के एक अखबार में ഇസ്രായേലിലെ പത്രത്തിൽ ഒരു യഹൂദി കോളം എഴുതിയിരിക്കുന്നു, तालीम को ഇസ്ലാമിന്റെ അധ്യാപനം ശാന്തിയിലൂന്നിയതേയല്ല. इन मुसलमानों से के अमल जो है इसे ഈ മുസ്ലിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും അത് വ്യക്തമാകുന്നുമുണ്ട്. അതായത് ഇസ്ലാമിക അധ്യാപനം ഇതിനെതിരായതാണെന്ന്. സമാധാനത്തിന്റെ അധ്യാപനം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അയാൾ എഴുതുന്നു അത് ക്രിസ്തുമതത്തിലാണ്, അതുപോലെ ജൂതമതത്തിലാണ്. कहीं अमन की कोई ഇസ്ലാമിൽ എവിടെയെങ്കിലും ശാന്തി സമാധാനത്തിന്റെ ദൃശ്യം കാണുവാൻ കഴിയുന്നുണ്ടെങ്കിൽ അതൊരു ചെറിയ ന്യൂനപക്ഷത്തിൽ മാത്രമാണ്. അവരാണ് ഇതേക്കുറിച്ച് പറയുന്നത്. इतना बड़ा आलमी है അപ്പോൾ ഇത് എത്രമാത്രം ദുഃഖകരമായ സംഗതിയാണ്. जिनकी तालीम में ഏതൊരു കൂട്ടരുടെ അധ്യാപനം തന്നെ കാഠിന്യത്തിൽ അധിഷ്ഠിതമാണ്. मुसलमानों की अमल की वजह से അവർ മുസ്ലിങ്ങളുടെ ഈ ചെയ്തികൾ കാരണമായി ഇസ്ലാമിന്റെ മേൽ ആക്ഷേപമുന്നയിക്കുവാൻ इस्लाम की तालीम पर ദൃഷ്ടരായിത്തീരുന്നു. उंगली उठा रहे हैं। हम अहमदी നാം അഹമ്മദികൾ हो सकते ഈ ശാന്തി സമാധാന കാംക്ഷികൾ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടവർ നാമാണ്. या एक ग्रुप मुसलमानों की അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ന്യൂനപക്ഷമുണ്ട് എന്നതിൽ സന്തോഷമുള്ളവരല്ല. तो ये हम इस बात को खुश हो जाएं कि चलो ये ഒരു ചെറിയ വിഭാഗം
ശാന്തി സമാധാനത്തെക്കുറിച്ച് പറയുന്നു എന്ന അംഗീകാരത്തിൽ നാം സന്തോഷമുള്ളവരായിത്തീരുന്നില്ല. നാം സന്തുഷ്ടരാകുന്നത് മുസ്ലിങ്ങളിലെ വലിയ വിഭാഗത്തെക്കുറിച്ച് ഇവർ ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ കാരണമായി സ്നേഹത്തിന്റെ, ശാന്തി, സമാധാനത്തിന്റെ സന്ദേശവാഹകരാണ് എന്ന് അന്യർ ഏറ്റുപറയുമ്പോഴാണ്. ഇസ്ലാമിന്റെ മേൽ നിന്ദാവഹമായ ആക്ഷേപമാണ് ഇവർ ഉന്നയിച്ചിരിക്കുന്നത്, ഉന്നയിച്ചുകൊണ്ടേയിരിക്കുന്നു. മുസ്ലിങ്ങൾക്ക് ഇത് സംബന്ധമായി യാതൊരു ചിന്തയുമില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രയാസം ജനിപ്പിക്കുന്ന സംഗതിയാണ്. തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം സ്നേഹം, സമാധാനം, ശാന്തി എന്നതാണെന്ന് ലോകർ ഏറ്റുപറയുമ്പോഴാണ് ഞാൻ പറഞ്ഞതുപോലെ അഹമ്മദികൾ സന്തുഷ്ടരാകുക. ഈ മനോഹരാധ്യാപനങ്ങൾ തന്നെയാണ്. ഇത് മുഖേനയല്ലാതെ ലോകത്ത് ശാന്തി സംജാതമാവുകയില്ല. ഇന്ന് മുസ്ലിം ഉമ്മത്തിന് ബുദ്ധി പ്രദാനം ചെയ്യുവാനായി അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്നത് നമ്മുടെ കർത്തവ്യമാണ്. യഥാർത്ഥ രൂപത്തിൽ ഉത്തമ സമുദായമായി തീരുന്നതിന് പരിശ്രമിക്കുന്നവരായി തീരേണ്ടതാണ്. യഥാർത്ഥ രൂപത്തിൽ നാം നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നവരായി തീരുവാൻ. കഴിഞ്ഞ ഖുതുബയിൽ ഞാനൊരു ഉദ്ധരണി കേൾപ്പിച്ചിരുന്നു. അതിനെക്കുറിച്ച് വ്യക്തമാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് അബൂലഹബിനെ കുറിച്ചുള്ളതായിരുന്നു. അതായത് അയാളുടെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള പെരുമാറ്റം കാരണമായി ചെന്നായ്ക്കൾ ആക്രമിച്ചു എന്ന്. ഇതില് അബദ്ധമുണ്ട്. അതിന്ന് തിരുത്തുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. പൊതുവെ ഞാൻ ഖുർആനിലെയും തിരുവചനങ്ങളിലെയും മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെയും ഉദ്ധരണികൾ പരിശോധിക്കാറുണ്ട്, അല്ലെങ്കിൽ പരിശോധിപ്പിക്കാറുണ്ട്. എന്നാൽ ഇത് നമ്മുടെ ഒരു പണ്ഡിതൻ നമ്മുടെ ലിറ്ററേച്ചറിൽ ഇത് സംബന്ധമായി എഴുതിയതാണ് ഞാൻ എടുത്തിരുന്നത്. ഇത് ശരിയായിരിക്കുമെന്ന ധാരണയിൽ. ഏതായിരുന്നാലും ഇതിൽ അബദ്ധമുണ്ട്. ഈ അബദ്ധവും ഇന്ന് പ്രയോജനകരമായിരിക്കുകയാണ്. കാരണം ഇത് അബൂലഹബുമായുള്ളതല്ല, മറിച്ച് അയാളുടെ പുത്രൻ ഉത്തുബയുടെ നാശം സംബന്ധിച്ചുള്ളതാണ്. ഇതിന്റെ വിവരണം ഇതാണ്. റൂഹുൽ മാനിയിൽ ഒരു നിവേദനം ഇപ്രകാരം വന്നിരിക്കുന്നു. അബൂലഹബിന്റെ നാശത്തെക്കുറിച്ചുള്ള സൂറ ലഹബിലെ പ്രവചന പൂർത്തീകരണം ബദർ യുദ്ധം കഴിഞ്ഞ് 7-ാം നാൾ സംഭവിച്ചു. പ്ലേഗ് പോലത്തെ രോഗത്താൽ അയാൾ നാശമടഞ്ഞു. 3 നാൾ ഇപ്രകാരം കിടന്നു. ദുർഗന്ധം വമിക്കുവാൻ തുടങ്ങി. നിന്ദ്യത ഭയന്ന് അയാളുടെ കുടുംബക്കാർ കുഴി കുഴിച്ച് ഒരു വടി കൊണ്ട് അതിലേക്ക് അയാളെ തള്ളിയിട്ടു. പിന്നീട് കല്ലെറിഞ്ഞ് ആ കുഴി നിറച്ചു. ഇതാണ് അള്ളാഹു അയാൾക്ക് നൽകിയ ശിക്ഷ. തബരിയുടെ മറ്റൊരു നിവേദനമുണ്ട്. പ്രത്യേക കുരുക്കൾ കാരണമായി അയാൾ നാശമടഞ്ഞു. 2 മക്കൾ 2-3 ദിവസത്തേക്ക് അയാളെ മറയടക്കിയില്ല. അവസാനം അത് ചീഞ്ഞളിഞ്ഞ് ദുർഗന്ധം വമിക്കുവാൻ തുടങ്ങി. പിന്നീട് അയാളെ മറയടക്കി. ചുരുക്കത്തിൽ അയാളുടെ പര്യവസാനവും വളരെ മോശമായി. അയാളുടെ മകൻ ഉത്തുബയുടെ പര്യവസാനവും മോശമായി തീരുകയുണ്ടായി. അതാണ് ഞാൻ പറഞ്ഞത്. ഈ അബദ്ധം കാരണമായി ഒന്നിനു പകരം 2 സംഭവങ്ങളുടെ നിവേദനം നമുക്ക് ലഭ്യമായിരിക്കുന്നു. അയാളുടെ നിക്കാഹ് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുത്രി ഉമ്മ കുൽസൂമുമായിട്ടാണ് കഴിഞ്ഞിരുന്നത്. ഒരു നിവേദനത്തിൽ വരുന്നു, അയാൾ ഷാമിലേക്ക് യാത്ര പോകുന്നതിന് മുമ്പായി തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രയാസമുണ്ടാക്കുന്നതിനായി അങ്ങയുടെ സവിധത്തിലെത്തി പറഞ്ഞു, ഞാൻ സൂറ നജ്മിനെ നിരാകരിക്കുന്നു. പിന്നീട് വളരെ ധാർഷ്ട്യത്തോടെ അങ്ങയെ അപമാനിച്ച് തുപ്പിക്കൊണ്ട് ഉമ്മ കുൽസൂമിന് തലാഖ് കൊടുത്തു. അപ്പോൾ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾക്കെതിരിൽ ദുആ ചെയ്തു. പിന്നീട് അതേ യാത്രയിൽ അയാൾ ചെന്നായ്ക്കൾക്ക് ഇരയായിത്തീർന്നു. ഈ നിവേദനങ്ങൾ വിവിധ ഭാഗങ്ങളിലും ലഭ്യമാകുന്നുണ്ട്. മറ്റൊന്ന്, നമസ്കാര ശേഷം ഞാൻ ജനാസ നമസ്കരിപ്പിക്കുന്നതായിരിക്കും. ഇത് മിയാ മുഹമ്മദ് സാഹിബ് മർഹൂം ലാഹോറിന്റെ മകൻ റഷീദ് അഹമ്മദ് സാഹിബ് ഭട്ടിന്റേതാണ്. ഒക്ടോബർ 18, 2010
71 വയസ്സിൽ ഹൃദയാഘാതം മൂലം വഫാത്തായിരിക്കുന്നു. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മെയ് 28, 2010 ദാറുസിക്കറിൽ ഇദ്ദേഹത്തിനും കാലിൽ വെടിയേറ്റിരുന്നു. ദുരന്ത നിവാരണ സംഘം അദ്ദേഹത്തെ ജില്ലാ ആശുപത്രിയിലാക്കി. ഒരു ദിവസം ആശുപത്രിയിൽ കഴിഞ്ഞു. രക്തം ധാരാളം വാർന്നുപോയ കാരണത്താൽ ക്ഷീണിതനായിരുന്നു. ഇതും ഹൃദയത്തിൽ പ്രഭാവമുണ്ടാകാൻ കാരണമായി. ജമാഅത്തി സേവനങ്ങൾ സെക്രട്ടറി റിഷ്താനാത്ത, സെക്രട്ടറി ഇസ്ലാവർ ഷാ സെയ്മൻ സാറുള്ള ആയിരുന്നു. വളരെ മുഖ്ലിസായ തഹജ്ജുദ് കൃത്യമായി അനുഷ്ഠിച്ചിരുന്ന ദാവത്തിലല്ലായുടെ മനോഭാവം വെച്ചിരുന്ന സേവകനായ അഹമ്മദിയായിരുന്നു. ഹോമിയോപ്പതിയിലും പ്രത്യേക താല്പര്യമുണ്ടായിരുന്നു. സ്വന്തം ഭവനത്തിൽ മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ചുകൊണ്ട് ജനങ്ങൾക്ക് പ്രയോജനം എത്തിച്ചുകൊണ്ടിരുന്നു. ആയിരക്കണക്കിന് ആളുകൾ ഇത്തരത്തിൽ ഇദ്ദേഹത്തിൽ നിന്നും പ്രയോജനം ഉൾക്കൊണ്ടിരുന്നു. ഖിലാഫത്തിനോടും ആത്മാർത്ഥ കൂറായിരുന്നു. തന്റെ എല്ലാ വിജയങ്ങൾക്കും കാരണം ഖിലാഫത്തിന്റെ ദുആയാണെന്ന് പറയുമായിരുന്നു. മെയ് 28 സംഭവത്തിന് ശേഷം അദ്ദേഹം തന്റെ ഒരു കശ്ഫ് കേൾപ്പിക്കുകയുണ്ടായി. ഞാനൊരു പറക്കും കട്ടിൽ കണ്ടു. ഇത് അന്തരീക്ഷത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിലെന്താണെന്ന് അറിയാനുള്ള ജിജ്ഞാസ എന്നിലുണ്ടായി. അതുടനെ എന്റെ മുമ്പാകെ മുകളിൽ വളയാൻ തുടങ്ങി. ഞാൻ കണ്ടത് അതിൽ നക്ഷത്രങ്ങൾ തത്തിക്കളിക്കുന്നതാണ്. കുറെ നേരം അതെന്റെ മുമ്പിൽ നിന്നു. പിന്നീട് അത് ആകാശത്തിലേക്ക് പോയി. പറയുന്നു, ഇത് മെയ് 28 ലാഹോറിലെ പള്ളികളിൽ ജീവൻ നൽകിക്കൊണ്ട് നിത്യജീവിതം കരഗതമാക്കിയ ശുഹദാക്കളാണെന്നാണ്. ഇതെന്റെ ഹൃദയത്തിലിടപെട്ടു. പറയുന്നു, പിന്നീട് എന്റെ ഖുതുബയിൽ സംബന്ധമായി ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കൂടുതൽ സംതൃപ്തി പകരുന്നതായി. അള്ളാഹു അദ്ദേഹത്തിന്റെ പദവികൾ ഉയർത്തുമാറാകട്ടെ. സംതപ്ത കുടുംബാംഗങ്ങൾക്ക് ക്ഷമയും സ്ഥൈര്യവും പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.